സ്വർണത്തിന് വേണ്ടി ലോകത്തെ ഏത് രാജ്യത്താ യുദ്ധം നടന്നത്? ലോകത്തെ ഏത് രാജ്യത്താ സ്വർണത്തിന് വേണ്ടി യുദ്ധം? സ്വർണ്ണം ഏതൊക്കെ രാജ്യത്തുണ്ട് ലോകത്ത്? ഇന്ന് ഏറ്റവും കൂടുതൽ രാജ്യം സ്വർണമുള്ള ഏരിയ ആഫ്രിക്ക. എന്നിട്ട് ആഫ്രിക്കയുടെ ആരാ യുദ്ധം ചെയ്യുന്നത്? മനുഷ്യന്മാർക്ക് ഏത് കാലഘട്ടത്തിലും ഒരു സുമോഹനമായ പദാർത്ഥമാണല്ലോ എന്ത് സ്വർണം. ആ സ്വർണത്തിന്റെ പേരിൽ ആരാണ് ആഫ്രിക്കയോട് യുദ്ധം ചെയ്തത്? ഇത് അങ്ങനെ പറയൂ, അത് നമ്മൾ മനസ്സിലാക്കണം. സ്വർണം എന്നല്ലേ നബി പറഞ്ഞത്? കാത്തിരുന്നോ? സ്വർണം കണ്ടെടുക്കുന്നു എന്നതിന്റെ പേരിൽ ലോകത്ത് കഷ്ടപ്പെട്ട് ജീവിക്കാൻ കഴിയാത്തൊരു ജനത ഉണ്ടാവുകയാണെങ്കിൽ ആ ജനത ഏതായിരിക്കണം? ആഫ്രിക്കക്കാര്. ഇന്നും ഒരാള് സ്വർണത്തിന്റെ മൈനിങ്ങിന് വേണ്ടി പോവുകയാണെങ്കിൽ അത് എവിടെ പോകുന്നത്? എത്രയോ ആളുകൾ നമ്മളാണ് ധനാഢ്യന്മാർ അവിടെ പോയി പണിയെടുക്കുന്നുണ്ടല്ലോ, പണം സമ്പാദിക്കുന്നുണ്ടല്ലോ. ലോകരാജ്യത്തെ പണക്കാരിലൊക്കെ അവരെ വന്ന് കൂടുന്നുണ്ട്. ആ നാട്ടുകാർ വരുന്നവർ ഒരു പ്രശ്നവും ഇല്ല. സ്വർണത്തിന്റെ ലാഭം ലോകത്തെ വലിയ ധനാഢ്യന്മാർ, ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ധനാഢ്യന്മാർ എടുത്തു പോകുന്നുണ്ട്. അത് എടുക്കരുതെന്ന് നബി പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ ഫോട്ടോസ് മാത്രം നിങ്ങളൊന്ന് നോക്കി. ഈ ഫോട്ടോസ് നിങ്ങൾ നോക്കി. ഞാൻ കാണിക്ക ചില ഭാഗം എന്താണ് ഇങ്ങനെ ഒരു ഭീകരത. നിങ്ങൾ ഈ പുസ്തകം വാങ്ങിയിട്ട് അതിന്റെ ഫോട്ടോസ് മാത്രം നോക്ക്. ഇത് നിങ്ങൾ ചിന്തിക്കണം. ഇത് തമാശ പറയല്ല. ഇത് പുണ്യ റസൂൽ പറഞ്ഞില്ലേ, ആര് അത് കണ്ടെത്തിയാലും എടുത്തു പോകരുതേ, അപ്പോൾ ആരവിടെ എത്തിച്ചേർന്നാലും എടുത്തു പോകരുതേ എന്ന് പുണ്യ റസൂൽ മുസ്തഫ. അപ്പൊ അത് ശാപമാണ്. ഇത് ശാപമാണ് എന്ന് തന്നെ ലോകം കണ്ടെത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷ് ചരിത്രകാരനായ മാർക്ക് പർവീസ് 2012 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നൽകിയ ഒരു ഗവേഷണ പ്രബന്ധം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ഗവേഷണ പ്രബന്ധം ഈസ് ഓയിൽ എ ബ്ലെസ്സിംഗ് ഓർ എ കേസ് ഫോർ ദ മിഡിൽ ഈസ്റ്റ്. മനസ്സിലായില്ലേ? മിഡിൽ ഈസ്റ്റിന്, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക്, പശ്ചിമേഷ്യൻ പൂർവേഷ്യൻ രാജ്യങ്ങൾക്ക്, മിഡിൽ ഈസ്റ്റിന്, മധ്യപൂർവനേഷ്യൻ രാജ്യങ്ങൾക്ക് അത് അനുഗ്രഹമാണോ അതല്ല ശാപമാണോ എന്നാണ് പ്രബന്ധം. ഓക്സ്ഫോർഡാണ് 2012 ഓക്സ്ഫോർഡാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കുക. ബ്രിട്ടീഷ് ചരിത്രകാരനായ മാർക്ക് പർവീസാണ് ഈ പുസ്തകം എഴുതിയത്. 2012 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് ഈ പ്രബന്ധം നൽകുകയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഈ പ്രബന്ധം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ പ്രബന്ധത്തിൽ പറയുന്നത്? ലോകാവസാനം വരെ വിട്ടുമാറാത്ത ശാപമാണ് പെട്രോളിയം പശ്ചിമേഷ്യക്ക് നൽകിയത്. ആധുനിക കാലത്ത് ലോകത്തെ ഏറ്റവും മികച്ച കാർഷിക സാംസ്കാരിക കേന്ദ്രങ്ങളായി മാറേണ്ട, അതായത് പശ്ചിമേഷ്യക്ക്, പൂർവനേഷ്യൻ രാജ്യങ്ങളല്ല, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, പശ്ചിമേഷ്യക്ക് ഇത് നൽകിയത് ലോകാവസാനം വരെ വിട്ടുമാറാത്ത ശാപമാണ് പെട്രോളിയം പശ്ചിമേഷ്യക്ക് നൽകിയത്. ആധുനിക കാലത്ത് ലോകത്തെ ഏറ്റവും മികച്ച കാർഷിക സാംസ്കാരിക കേന്ദ്രങ്ങളായി മാറേണ്ട ഇറാഖ്, ഫെർട്ടിൽ ക്രസന്റ്, അതായത് ലോകത്തെ ഏറ്റവും വളക്കൂറുള്ള ചന്ദ്രക്കല എന്ന് പറയപ്പെടുന്ന ഏരിയയാണ് ഏത്? ഈ യൂഫ്രട്ടീസ് മെസോപ്പൊട്ടേമിയ. അതിന്റെ അത്ര വളക്കൂറുള്ളൊരു നാടില്ല, എന്നാൽ അവിടെ ഇപ്പോൾ കൃഷിയില്ല. ലോകത്തെ ഏറ്റവും മികച്ച കാർഷിക സാംസ്കാരിക കേന്ദ്രങ്ങളായി മാറേണ്ട ഇറാഖ്, സിറിയ എന്നീ രാജ്യങ്ങൾ ഇന്ന് കുപ്പത്തൊട്ടികൾ മാത്രമാണ്. ചരിത്രാതീത കാലം മുതലേ ലോകത്തെ പ്രധാന കാർഷിക മേഖലകളായി നിലനിന്നിരുന്ന ഈ ഭൂമിയും ഇവിടുത്തെ സാമൂഹിക സാമ്പത്തിക ഭദ്രതയും ഇനി ഒരിക്കലും തിരിച്ചുവരാത്ത നിലയിൽ നഷ്ടപ്പെട്ടതിന് ഒരേ ഒരു കാരണം കറുത്ത സ്വർണമായ പെട്രോളിയം മാത്രമാണ്. പശ്ചിമേഷ്യ പേറുന്ന ലോകാവസാനം വരെ ഉണക്കാൻ കഴിയാത്ത മുഴുവൻ മുറിപ്പാടുകളും പെട്രോളിയം ഏൽപ്പിച്ച ആഘാതമാണ്. ആരാ എഴുതിയത്? ബ്രിട്ടീഷ് ചരിത്രകാരനായ മാർക്ക് പർവീസ്. എന്നാ എഴുതി? 2012. ആരാ പ്രസിദ്ധീകരിച്ചത്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ഇറ്റ് ഈസ് ഓയിൽ എ ബ്ലെസ്സിംഗ് ഓർ എ കേഴ്സ് ഫോർ ദ മിഡിൽ ഈസ്റ്റ് എന്നാണ് പ്രബന്ധത്തിന്റെ ഹെഡിങ്. ശ്രദ്ധിക്കുക. ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ സയന്റിസ്റ്റായ മേരി കെൽഡർ എഴുതിയ 2007 പ്രസിദ്ധീകരിച്ച
മറ്റൊരു ഗ്രന്ഥമുണ്ട്. ഓയിൽ വാർസ് എന്നാണ് അതിന്റെ പേര് തന്നെ. ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ആണ് മാർക്ക് കെൽഡർ. അദ്ദേഹവും അമേരിക്കൻ പൊളിറ്റിക്കൽ സയന്റിസ്റ്റായ ടെറി കാളും ചേർന്ന എഴുതി അമേരിക്കൻ പ്രസാധകരായ പ്ലൂട്ടോ ആണ് 2007 ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. എന്താണ് പുസ്തകത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക. അമേരിക്കൻ പ്രസാധകരായ പ്ലൂട്ടോ പ്രസിദ്ധീകരിച്ചു. പ്രഗത്ഭരായ പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകളാണ് രണ്ടാളുകൾ. ഒന്ന് ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ സയന്റിസ്റ്റായ മേരി കെൽഡറും അമേരിക്കൻ പൊളിറ്റിക്കൽ സയന്റിസ്റ്റായ ടെറി കാളും ചേർന്നെഴുതി അമേരിക്കൻ പ്രസാധകരായ പ്ലൂട്ടോ 2007 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഓയിൽ വാർസ്. ആ പുസ്തകത്തിന്റെ ഫസ്റ്റ് പേജ് ഈ പുസ്തകത്തിന്റെ 132 പേജിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് പുസ്തകം പറയുന്നത് ശ്രദ്ധിക്കുക. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലോകത്ത് എവിടെയും നടന്ന 90% യുദ്ധങ്ങൾക്കും പെട്രോളിയം നേരിട്ടോ അല്ലാതെയോ കാരണമായിരുന്നു. ബാക്കി 10% യുദ്ധങ്ങളിൽ പെട്രോളിയത്തിന്റെ നിശബ്ദ സാന്നിധ്യവും കാണാം. അപ്പോൾ 100% യുദ്ധത്തിന്റെ കാരണം 900 മുതൽ ആദ്യമായി പെട്രോളിയം മിഡിൽ ഈസ്റ്റിൽ പുറത്തു വരുന്നത് മസ്ജിദ് സുലൈമാനി നഗരത്തിലാണ്, ഇറാന്റെ കീഴിലുള്ള, അതും യൂഫ്രട്ടീസ് തടം തന്നെയാണ്. യൂഫ്രട്ടീസ് തടം, അതായത് ഒരു നൂറ്റാണ്ട്, 1.25 നൂറ്റാണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലോകത്ത് എവിടെയും നടന്ന 90% യുദ്ധങ്ങൾക്കും പെട്രോളിയം നേരിട്ടോ അല്ലാതെയോ കാരണമായിരുന്നു. ബാക്കി 10% യുദ്ധങ്ങളിൽ പെട്രോളിയത്തിന്റെ നിശബ്ദ സാന്നിധ്യവും കാണാം. ഈ പുസ്തകത്തിന്റെ മറ്റൊരു ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്. 9 പേജിലുണ്ട്. യുഫ്രട്ടീസിൽ അനിയന്ത്രിതമായി വന്ന ഇറാഖി പെട്രോളിയം ഖനനത്തിന്റെ 50% നടക്കുന്ന പെട്രോളിയം നഗരമായ കിർക്കുക്കിൽ മാത്രമായിരുന്നു 2003 ഇറാഖ് യുദ്ധത്തിൽ അമേരിക്കയുടെ കണ്ണ്. അതായത് ഇറാഖിൽ നിന്ന് ലോകത്തെ ഏറ്റവും വലിയ പെട്രോളിയം ശേഖരമുള്ള ഒരു രാജ്യമാണ് ഇറാഖ്. ഇറാഖിന്റെ 50% പെട്രോളിയം വരുന്നത് കിർക്കുക്ക് നഗരത്തിൽ നിന്നാണ്. ആ നഗരം പിടിച്ചടക്കൽ മാത്രമായിരുന്നു 2003 അമേരിക്കയുടെ പ്രത്യേകമായ താല്പര്യം. അവിടെയായിരുന്നു അമേരിക്കയുടെ കണ്ണ്. ശക്തമായ ഇറാഖി സൈന്യം ഉണ്ടായിരുന്ന ബസറയെക്കാളും ബഗ്ദാദിനേക്കാളും കൂടുതൽ സൈനികരെ അമേരിക്ക കിർക്കുക്കിലേക്ക് അയച്ചതിന്റെ വ്യക്തമായ രേഖകൾ ഉണ്ട്. അതായത് സൈന്യത്തോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സൈന്യമുള്ളത് ബസറയിലും ബഗ്ദാദിലാണ്. പക്ഷെ അമേരിക്കൻ സൈന്യം കൂടുതൽ വന്നത് ബസറയിലേക്കും ബഗ്ദാദിലേക്കും അല്ല, പിന്നെ എങ്ങോട്ടാണ്? കിർക്കുക്കിലേക്കാണ്. കിർക്കുക്കിലെ എണ്ണപ്പാടങ്ങൾ പിടിച്ചെടുക്കുവാനും അവ അമേരിക്കൻ പെട്രോളിയം കമ്പനികൾക്ക് തീരെഴുതി കൊടുക്കുവാനുമായിരുന്നു അമേരിക്ക ഇറാഖിനോട് യുദ്ധം ചെയ്തതെന്ന് പറഞ്ഞാൽ പോലും അതിശയോക്തിയല്ല. ഏറ്റവും വലിയ പെട്രോളിയം ശേഖരങ്ങൾ ഉള്ള എല്ലാ രാജ്യങ്ങളുമായും അമേരിക്ക കരാറിൽ എത്തുകയോ അതിന് വഴങ്ങാത്തവരുമായി യുദ്ധം ചെയ്യുകയോ ഉണ്ടായിട്ടുണ്ടെന്നത് പരസ്യമായ യാഥാർത്ഥ്യമാണ്. പെട്രോളിയം ആധുനിക സമ്പദ്ഘടനയുടെ ഏറ്റവും അടിസ്ഥാനപരമായ മർമ്മമാണ് എന്നതാണ് ഇതിന് കാരണം. എന്തൊക്കെ കാര്യമെന്ന് വളരെ വിശദമായി പുസ്തകത്തിലുണ്ട്. ഈ പുസ്തകത്തിൽ ഇനി ഒന്നും ചേർക്കാനില്ലാത്ത വിധം ഈ പുസ്തകം ഒരു ജാമ്യമാന്യമായ പുസ്തകമാണ്. എല്ലാം പെട്രോളിയം സ്വർണം വന്നാൽ പോലും ഇത്രയും പ്രൊഡക്റ്റുകൾ വരില്ല. സ്വർണം എന്ന് പറഞ്ഞാൽ ഒരു ആധുനിക സമ്പദ്ഘടനയെ സ്വാധീനിക്കുന്ന ഒരു പ്രൊഡക്ടിവിറ്റി അതിനില്ല. അതിനാകെ ആഭരണം ഉണ്ടാക്കാനും ചില്ലറ മറ്റുപയോഗങ്ങളേ ഉള്ളൂ. ഇതങ്ങനെയല്ല, ഇത് 100% ഉപയോഗം. പെട്രോളിയം ഉൽപ്പന്നത്തിന്റെ അവസാനത്തെ വേസ്റ്റാണ് എന്ത്? ടാറ്. അതിന്റെ ഉപയോഗം എത്രയാ? മനസ്സിലായില്ല, ഒന്നും ഒഴിവാക്കല്ല. അതുകൊണ്ടാണ് അത് സ്വർണ്ണം നിറഞ്ഞത്. ഇതെല്ലാ നിലക്കും സ്വർണ്ണാണ്. ടാറ് എന്ന് പറഞ്ഞ സാധനം, അതായത് പെട്രോളിയത്തിന്റെ അവസാനത്തെ വേസ്റ്റാണ് എന്ത്? ടാറ്. ഒരു ഭക്ഷ്യപദാർത്ഥത്തിന്റെ അവസാനത്തെ വേസ്റ്റ് നമ്മളെങ്ങനെ ഉപയോഗിക്കലും ഒഴിവാക്കുക. ഇതിൽ വേസ്റ്റ് എന്ന സാധനം ഇല്ല. ആധുനിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് എന്ത്? ടാറ്. അതിലെ ഏറ്റവും വേസ്റ്റ് ലോകത്തിന് ഏറ്റവും ആവശ്യമാണ്. അപ്പൊ പിന്നെ അതിൽ ആ വേസ്റ്റ് എല്ലാത്തിനും ആവശ്യത്തിനുണ്ടാവും. ഇങ്ങനെ ഒരു മെറ്റീരിയലിന്റെ പേര് പറയും. ഇതിന് സ്വർണ്ണം എന്നല്ലാതെ എന്താ പറയേണ്ടത്? പെട്രോളിയം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവും എന്നതിന്. ചിലർ പറയാം നബിന്റെ പെട്രോളിയം എന്ന് പറയുന്നു. അയ്യേ, ഇതൊക്കെ ഇവിടുന്ന് വരുന്നത്. ഒരു മൂല്യവത്തായ സാധനത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടി പറയുന്ന വാക്കാണല്ലോ എന്ത്? സ്വർണം. ചില വ്യക്തികളെ പറ്റി നമ്മൾ പറയല്ലോ, ഇവൻ ഇവിടുത്തെ സ്വർണ്ണാണ്.
നമുക്ക് ഏറ്റവും ലാഭം ഉണ്ടായ കാലത്തിനെ പറ്റി നമ്മൾ എന്താ പറയാ? ലാഭകാലം എന്നല്ല, സുവർണകാലം അല്ലേ? അല്ലെ, അങ്ങനെയല്ലേ പറയാ? ഞാൻ ഗൾഫ് പോയതിന് സുവർണകാലം അല്ലെ, അങ്ങനെയല്ലേ പറയാ? ഒരാൾക്കൊരു ഭാഗ്യം കിട്ടിയാൽ എന്താ പറയാ, നല്ലൊരു കമ്പനിയിൽ വലിയൊരു ജോലി കിട്ടി. അപ്പൊ എന്താ അവനെ പറ്റി പറയാം? ഗോൾഡൻ ചാൻസ് ആണ്. അതൊരു അടക്ക പൊളിക്കണ കമ്പനിയിലാണെങ്കിലും അടക്കൻ ചാൻസ് എന്നല്ല പറയാ. എന്താ പറയാ? അടക്ക പൊളിക്കണ കമ്പനിയിൽ ഒരാളെ മാനേജർ ആക്കിയാൽ, ജോലി കിട്ടിയാൽ, നല്ല ശമ്പളമുള്ള ഒരു ജോലിയാണ് എങ്കിൽ എന്തതിനെ പറ്റി പറയാ? ഗോൾഡൻ ചാൻസ്. ചില അതിർത്തികളിൽ എന്താണെന്നറിയാം, എന്താ പറയാ, ഈ സെയിൽ ടാക്സ് ഓഫീസ്, മറ്റേ അതിർത്തിയിൽ ഇതിടുമല്ലോ, എന്താ പറയാ, അതിർത്തിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോരുന്ന സാധനങ്ങൾക്ക് തീരുവ നിശ്ചയിക്കുന്ന സ്ഥലത്ത് പോലീസാൻ കിട്ടിയാൽ ഒരാളെ പറ്റി എന്താ പറയാ? ഗോൾഡൻ ചാൻസാ. ചെക്ക് പോസ്റ്റുകൾ. കാരണം അവർക്ക് കൈക്കൂലോണ്ട് വലിയ പൈസ ഉണ്ടാക്കാം അങ്ങനെ പറയപ്പെടുന്നുണ്ട്. ജനങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാനല്ലാതെ ഞാൻ പഠനം നടത്തിയല്ല. അതിർത്തിയിലൊക്കെ പോലീസായി കിട്ടിയാൽ വലിയ പൈസ എന്ന് പൊതുവെ ആളുകളുടെ ഒരു ടേബിൾ ടോക്കിൽ അങ്ങനെ വരാറുണ്ട്. അപ്പൊ അതിനും എന്താ പറയാ? അത് കൈക്കൂലി ചാൻസ് എന്നറിയല്ല, എന്താ പറയല്? ഗോൾഡൻ ചാൻസ്. ഇന്ന് പോലും ഈ ആധുനിക കാലത്ത് പോലും നമ്മൾ പ്രയോഗിക്കുന്ന പ്രധാനപ്പെട്ട പ്രയോഗമാണ്. ഇപ്പൊ ചരിത്രാതീത കാലം മുതലേ മനുഷ്യരെ കാര്യങ്ങൾക്ക് പറയുന്ന ഒരു വാക്കാണ് എന്ത്? ഗോൾഡൻ ചാൻസ്. ഗോൾഡ് അല്ലാതെ നബി എന്താ പറയുന്നത്? പെട്രോളിയം വരുന്നു, അങ്ങനെ നബി പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മനസ്സിലാക്കിയെടുക്കല്ലേ നമ്മൾ വേണ്ടത്? അന്നത് പറഞ്ഞ സ്വഹാബികൾക്ക് മനസ്സിലാവും. പെട്രോളിയം എന്ന വാക്ക് റസൂലുള്ളാഹിക്ക് പറഞ്ഞൂടെ പറയാ? റസൂലുള്ളാഹിക്ക് അല്ലാഹു വഹി കൊണ്ട് അത് മറിച്ചു കൊടുക്കും. പക്ഷെ ഇരിക്കണ മനുഷ്യർക്ക് മനസ്സിലാവില്ല പെട്രോളിയം എന്താണ്. അപ്പൊ നബിക്ക് അവിടെ പറയാവുന്ന ഏറ്റവും നല്ല വളരെ കൃത്യമായ ഒരു വാക്കാണ് എന്ത്? സ്വർണം. സ്വർണതുല്യം. ഇത് സ്വർണമല്ല ഇത്. ഞാൻ പറഞ്ഞത് വേസ്റ്റ് ഇല്ല, ഇതിലൊന്നും വേസ്റ്റ് ഇല്ല. ഏറ്റവും അവസാനത്തെ വേസ്റ്റാണ് എന്ത്? താറ്. മനസ്സിലായില്ലേ? താറ്. അത്തരം വേസ്റ്റുകൾ. ഇപ്പൊ കറുത്ത പ്ലാസ്റ്റിക് ചെരുപ്പ് ഉപയോഗിക്കരുതെന്ന് എന്നോട് പല ആളുകളും പറയാറുണ്ട്. കാരണം അത് പെട്രോളിയത്തിന്റെ വേസ്റ്റാണ്, ലാസ്റ്റ് വേസ്റ്റാണ്. വില കുറച്ച് കിട്ടും, എടുക്കരുത്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. കറുത്ത ചെരുപ്പ് ധരിക്കരുത് കേട്ടാണ്. പൊതുവെ കറുത്ത ചെരുപ്പ് ധരിക്കാൻ പാടില്ല, അത് നല്ലതല്ല. അതേ സമയത്ത് അത് ഹറാമൊന്നുമല്ല, പക്ഷെ അത് ധരിക്കരുത്. കാരണം പെട്രോളിയത്തിന്റെ അവസാനത്തെ ഉൽപ്പന്നമാണ്. മനസ്സിലോണ്ട് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ ഇതിൽ വേസ്റ്റ് ഒന്നും ഇല്ല, ഇതിൽ വേസ്റ്റേ ഇല്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സാധനം നോക്കണേ, ഇങ്ങനത്തെ ഇത്രയേറെ മാനവരാശിയെ ബന്ധപ്പെടുത്തിയ, മാനവരാശിയെ അത്ഭുതപ്പെടുത്തിയ, മാനവരാശിയെ പിടിച്ചു നിർത്തിയ ഒരു സാധനം ലോക ചരിത്രത്തിൽ അമേരിക്കൻ പൊളിറ്റിക്കൽ സയന്റിസ്റ്റായ ജെഫ് കോൾഗൻ എഴുതിയിട്ട് 2013 കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചൊരു ഗ്രന്ഥമുണ്ട്, പെട്രോൾ അഗ്രഷൻ, വെൻ ഓയിൽ കേസസ് വാർ. പെട്രോളിയം യുദ്ധത്തിന് കാരണമാകുമ്പോൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. എന്താ പുസ്തകത്തിൽ പറയുന്നത്? ഇന്ന് ലോകത്തെ ഏറ്റവും മൂല്യമുള്ള ധാതു സമ്പത്ത് പെട്രോളിയമാണ്, സ്വർണ്ണമല്ല. ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും വിലയുള്ള ധാതു സമ്പത്ത് എന്താണ്? സ്വർണ്ണാണ്. അതുകൊണ്ടാണ് ആ പദം ഉണ്ടായത്. ചിലപ്പോൾ മാറുമ്പോഴും അതിന് സ്വർണ്ണം എന്ന് പറയും. ഉദാഹരണം പറയാം, ബ്ലാക്ക് പെപ്പറിന് നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? അല്ലേ, ബ്ലാക്ക് ഗോൾഡ് എന്നല്ലേ പറയാ? ബ്ലാക്ക് പെപ്പറിന് നമ്മൾ ലോകത്തെ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ലോകം മുഴുവൻ ഇങ്ങോട്ട് ആകർഷിക്കാനുള്ള കാരണം, ഉദാഹരണം പറയാം, ഈ കോളനികൾ ഉണ്ടാക്കിയപ്പോൾ ആദ്യത്തെ കോളനികൾ ആരുടേതാണ്? പോർച്ചുഗലിന്റെ ആണ്. പോർച്ചുഗൽ കോളനി ആക്കിയ ലോകത്തെ ആദ്യത്തെ രാജ്യമാണ് ഏത്? കേരളം. എന്തുകൊണ്ട്? നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ബ്ലാക്ക് പെപ്പർ ഉണ്ട്. മനസ്സിലായില്ലേ? പറയാം, കുരുമുളക്. അത് എന്താണ്?
അത് ബ്ലാക്ക് ഗോൾഡ് ആണ്. അതിന് പറയുന്ന പേരും തന്നെ ബ്ലാക്ക് ഗോൾഡ് എന്നാണ്. അപ്പൊ എന്നതുപോലെ ലോകത്തെ ഏറ്റവും വില പിടിപ്പുള്ള ധാതു പദാർത്ഥം ഇന്ന് അവർ പറയാണ് പെട്രോ അഗ്രഷൻ എന്ന ജെഫ് ഡി കോൾഗാനാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഈ പുസ്തകം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയാണ് പ്രസിദ്ധീകരിച്ച് 2013. എന്താണ് ഈ പുസ്തകം പറയുന്നത് ശ്രദ്ധിക്കുക. കഴിഞ്ഞ നൂറ്റാണ്ടിലെ പ്രധാന യുദ്ധങ്ങളെല്ലാം പരിശോധിച്ചാൽ അതിലെല്ലാം പെട്രോളിയത്തിന്റെ സാന്നിധ്യം കാണാവുന്നതാണ്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താക്കളായ അമേരിക്കയും യൂറോപ്പും ഏറ്റവും വലിയ എണ്ണ ഉൽപാദന രാജ്യങ്ങളെ ആക്രമിച്ചതാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ പ്രധാന യുദ്ധങ്ങളെല്ലാം. ലോകത്തെ ഏറ്റവും അമൂല്യമായ ധാതു സമ്പത്ത് സ്വന്തമാക്കുന്നതിനായി നടത്തിയ ഈ യുദ്ധങ്ങളെയാണ് പെട്രോളിയം വാർസ്, ഓയിൽ യുദ്ധങ്ങൾ, ഓയിൽ വാർസ് എന്ന് വിളിക്കാറുള്ളത്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. MI6 കുറിച്ച് ഞാൻ കഴിഞ്ഞ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു. ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ ഏജൻസികൾ പ്രവർത്തിക്കുന്ന അവരുടെ ഒരു ബ്യൂറോ ആണ് MI6, MI5, MI6. MI6 നിന്ന കഥാപാത്രമാണ് ജെയിംസ് ബോണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇയാൻ ഫ്ലെമിങ്ങിന്റെ കഥാപാത്രമാണ് എന്ത്, ജെയിംസ് ബോണ്ട്. അത് MI6 ബന്ധപ്പെട്ടത്. അതായത് കഥാപാത്രമാണ് ജെയിംസ് ബോണ്ട്. അതായത് ലോകത്തെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ ചാരന്മാർ ഉള്ള ഒരു ബ്രിട്ടൻ്റെ വിങ്ങാണ് എന്ത്, MI5, MI6 ഒക്കെ. MI6 പ്രധാനപ്പെട്ട ഒരു ചാരനാണ്, രഹസ്യാന്വേഷണ ചാരനാണ് ആര്, ജെയിംസ് ബോണ്ട്. അതൊരു കഥാപാത്രമാണ്, ഇയാൻ ഫ്ലെമിങ്ങിന്റെ കഥാപാത്രമാണ്. എന്നാൽ ഇവിടെ ജോൺ കോൾമാൻ എന്ന MI6 രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ, ഇദ്ദേഹം ചാരനായി വർക്ക് ചെയ്തിട്ടുണ്ട്. എവിടെ, ഇറാന്, ഇറാഖ്, സൗദി, ജോർദാൻ എന്നിവിടങ്ങളിൽ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിക്കായി ചാരനായി വർക്ക് ചെയ്തിട്ടുണ്ട്. 50 കൊല്ലം ഈ മനുഷ്യൻ. ആര്, ഈ ജോൺ കോൾമാൻ എന്ന ഈ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ MI6 ഉദ്യോഗസ്ഥൻ മിഡിൽ ഈസ്റ്റിൽ 50 കൊല്ലത്തോളം, എന്താണ് 50 കൊല്ലത്തിലധികം ഇയാൾ ആരായിരുന്നു, ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ചാരനായിരുന്നു. 50 കൊല്ലത്തോളം അദ്ദേഹമാണ് ഈ പുസ്തകം എഴുതിയത്. എന്താണ് പുസ്തകത്തിന്റെ പേര്? (2008) അമേരിക്കൻ പ്രസാധകരായ വേൾഡ് ഇന്റലിജൻസ് റിവ്യൂ ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 2008 അമേരിക്കൻ പ്രസാധകരായ വേൾഡ് ഇന്റലിജൻസ് റിവ്യൂ പ്രസിദ്ധീകരിച്ച വി ഫൈറ്റ് ഫോർ ഓയിൽ, ഹിസ്റ്ററി ഓഫ് US പെട്രോളിയം വാർസ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. ശ്രദ്ധിക്കുക. അതായത് ബ്രിട്ടീഷ് 50 കൊല്ലത്തോളം മിഡിൽ ഈസ്റ്റിലെ ബ്രിട്ടന്റെ ചാരനായി വർക്ക് ചെയ്ത ജോൺ കോൾമാൻ എഴുതിയിട്ട് 2008 അമേരിക്കൻ പ്രസാധകരായ വേൾഡ് ഇന്റലിജൻസ് റിവ്യൂ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് എന്ത്, വി ഫൈറ്റ് ഫോർ ഓയിൽ, ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് എണ്ണക്ക് വേണ്ടിയാണ്. പിന്നെ ഹിസ്റ്ററി ഓഫ് US അമേരിക്കയുടെ ചരിത്രം, പെട്രോളിയം, ഹിസ്റ്ററി ഓഫ് US പെട്രോളിയം വാർസ്, അമേരിക്കയുടെ പെട്രോളിന് വേണ്ടിയുള്ള യുദ്ധങ്ങളുടെ ചരിത്രം എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ആരാണ്, ബ്രിട്ടന്റെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ ഏജൻസിയായ MI6 50 വർഷത്തോളം മിഡിൽ ഈസ്റ്റിൽ ചാരനായി വർക്ക് ചെയ്ത ജോൺ കോൾമാൻ ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കുക. എന്താണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നത്? എന്താ പറയുന്നത്? 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ യൂഫ്രട്ടീസ് നദീതടത്തിൽ പെട്രോളിയത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും ഇത് പാശ്ചാത്യ ശക്തികളെ എല്ലാം അറിയുകയും ചെയ്തു. 1-ാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടനും സഖ്യശക്തികൾക്കും ഏറ്റവും അധികം പെട്രോളിയം ലഭിച്ചത് 1-ാം ലോകമഹായുദ്ധത്തിൽ. ഒരു നിലക്ക് പറഞ്ഞാൽ 1-ാം ലോകമഹായുദ്ധത്തിൽ ജയിക്കേണ്ടത്, ശക്തിയും കഴിവും സ്വാധീനവും നോക്കുകയാണ് ജയിക്കേണ്ടത് ജർമ്മനി. മനസ്സിലായില്ല? ആക്സസ് പവേഴ്സാണ്, അച്ചുതണ്ട് ശക്തികളാണ് ജയിക്കേണ്ടത്. ആരല്ല? ബ്രിട്ടന്റെ കീഴിലുള്ള സഖ്യശക്തികളല്ല, ആക്സസ് പവേഴ്സാണ് ജയിക്കേണ്ടത്. അച്ചുതണ്ട് ശക്തികളാണ് ജയിക്കേണ്ടത് 1-ാം ലോകമഹായുദ്ധത്തിൽ. പക്ഷേ അവർക്ക് ഇങ്ങനെ ഏറ്റവും വലിയ സമ്പത്തായി അവർ കയ്യിൽ എന്തില്ല? പെട്രോളിയല്ല. പെട്രോളിയം മിഡിൽ ഈസ്റ്റിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന് കിട്ടുന്ന ചില്ലറ പെട്രോളിയത്തിലാണ് ആര് വർക്ക് ചെയ്തത്? ജർമ്മനി വർക്ക് ചെയ്തത്. അച്ചുതണ്ട് ശക്തികൾ, ജർമ്മനിയുടെ കൂടെയുള്ള അച്ചുതണ്ട് ശക്തികൾ
1914 മുതൽ 18 വരെ നടക്കുന്ന ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ കയ്യിലുള്ളത് യൂറോപ്പിൽ നിന്ന് കിട്ടുന്ന ചില്ലറ എണ്ണയാണ്. ആ എണ്ണക്ക് പുറമെ അത് ബ്രിട്ടനും കിട്ടും. പക്ഷെ ആ എണ്ണക്ക് ഒരു പരിധി ഉണ്ട്. ഈ പുസ്തകം പറയുന്നുണ്ട്, ലോകത്ത് ഇങ്ങനെ എണ്ണയുള്ള ഏരിയ ഇല്ല, ലോകത്തില്ല. മറ്റുള്ള എണ്ണകളൊക്കെ ഒരു പരിധി ഉണ്ട്. അതേ സമയത്ത് 1902 മസ്ജിദ് സുലൈമാനി നഗരത്തിൽ, അതായത് പിന്നെ ഇറാന്റെ കീഴിലുള്ള നഗരത്തിൽ നിന്ന് എണ്ണ കണ്ടെടുത്തു. ഇറാനും ബ്രിട്ടനും തമ്മിൽ, ഖജർ രാജവംശം അന്ന് ഭരിക്കുന്നത്, അവരും ബ്രിട്ടനും തമ്മിൽ വലിയ സഖ്യത്തിലുമാണ്. അപ്പൊ നിർബാധമായി അണ്ണം മുറിയാത്ത എണ്ണപ്രവാഹം ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന്, അഥവാ യൂഫ്രട്ടീസ് തടത്തിൽ നിന്ന് എങ്ങോട്ട് വന്നു? അലിയൻ പ്രൊവിൻസിന് കിട്ടി, ബ്രിട്ടന്റെ കൂടെയുള്ള സഖ്യ ശക്തികൾക്ക് കിട്ടി. അപ്പോൾ പിന്നെ പുഷ്പം പോലെ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു. അന്ന് വരെയുള്ള ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ജയിക്കേണ്ടത് ആരായിരുന്നു? ജർമ്മനിയാണ്. ജർമ്മനിക്ക് കീഴിലുള്ള അച്ചുതണ്ട ശക്തികളാണ് ജയിക്കേണ്ടത്. പക്ഷെ അവർ തോറ്റുപോയി. എന്തുകൊണ്ട്? ഇങ്ങനെ നിർബാധം എണ്ണ കിട്ടാനില്ല. ആർക്കില്ല? ജർമ്മനിക്കില്ല. നിങ്ങൾ ഇത് ചിന്തിക്കണം. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ യൂഫ്രട്ടീസ് നദീതടത്തിൽ പെട്രോളിയത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും ഇത് പാശ്ചാത്യ ശക്തികളെല്ലാം അറിയുകയും ചെയ്തു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനും സഖ്യശക്തികൾക്കും ഏറ്റവും അധികം പെട്രോളിയം ലഭിച്ചത് പേർഷ്യയിൽ നിന്ന്, അഥവാ യൂഫ്രട്ടീസ് നദീതടത്തിൽ തന്നെ നിന്നായിരുന്നു. അന്ന് പേർഷ്യ ഭരിച്ച ഖജർ രാജവംശമായിരുന്നു ഇത് നൽകിയത്. 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് സൈന്യം മെസോപ്പൊട്ടേമിയൻ ക്യാമ്പയിന് മുന്നിട്ടിറങ്ങിയത് തന്നെ സത്യത്തിൽ വലിച്ചിറക്കിയതാണ്. ആരെ? തുർക്കിയെ. തുർക്കി ഇതിൽ പ്രശ്നക്കാരെ അല്ല. തുർക്കിയുടെ ചെങ്ങാതി രാജ്യമാണ് ഏത്? ജർമ്മനി എന്നുള്ളതാണ്. പക്ഷെ തുർക്കിയെ വലിച്ചിറക്കി യുദ്ധത്തിലേക്ക്. ആരെ ഭാഗത്തേക്ക്? ജർമ്മനിയുടെ പക്ഷത്തേക്ക് വലിച്ചിറക്കി. അപ്പോൾ പിന്നെ ജർമ്മനിയെ തൊട്ട് നിൽക്കണല്ലോ ആര്? തുർക്കി. എന്തിനാണ് വലിച്ചിറക്കിയത്? മിഡിൽ ഈസ്റ്റ് ആരുടെ കയ്യിലാണ്? തുർക്കിയുടെ കയ്യിലാണ്. ഇതന്നെ പ്രശ്നങ്ങൾ ചിന്തിക്കുക. അത് തന്നെ കാരണം. അപ്പൊ അതിന്റെ പേരിൽ ജർമ്മനി അവര് വലിയ പ്രശ്നമുണ്ട്. ഒന്നും ഉണ്ടായില്ല. ജർമ്മനി എന്ന രാജ്യത്തെ യുദ്ധത്തിന് ശേഷം റിക്കവർ ചെയ്യപ്പെട്ടു. ഒരു പ്രശ്നം ഉണ്ടായില്ല. തുർക്കിയോ? തുർക്കി എന്ന നാടനെ ഇപ്പൊ ഇല്ല. അതാ ഈ തുർക്കി, അത് ആ തുർക്കിയുടെ പ്രേതാണ് ഇപ്പോഴത്തെ തുർക്കി. അന്നത്തെ തുർക്കിയുടെ പ്രേതമാണ് ഇന്നത്തെ തുർക്കി. ആ തുർക്കി ഇന്നില്ല. ആ തുർക്കിയുടെ കയ്യിലല്ലേ കഅബാലയത്തിന്റെ ചാവി? കഅബാലയത്തിന്റെ ചാവി തുർക്കിക്ക് നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ അവര് നിർബന്ധപൂർവം ആരുടെ കൂടെ നിൽക്കേണ്ടി വന്നു? മനസ്സിലാക്കണം. അബ്ദുൽ ഹമീദ് രണ്ടാമനാണ് രാജാവെങ്കിലും നടക്കൂല. അതിനുവേണ്ടി 1908 ബ്രിട്ടന്റെ നിന്ന് പഠിച്ചു വന്ന ചില വിദ്യാർത്ഥികൾ അവരെന്ത് ചെയ്തു? നാട് കടത്തി. അവര് യൂറോപ്യൻ ചിന്താഗതി കയറിക്കൂടിയവരായിരുന്നു. ആര്? അവര് യുവതുർക്കികൾ എന്ന പേരിൽ പിൽക്കാലഘട്ടത്തിൽ അറിയപ്പെട്ടവര്. അവർക്ക് പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ചു. അവര് അബ്ദുൽ ഹമീദ് രണ്ടാമനെ 1908 പുറത്താക്കി. പിന്നെ ബ്രിട്ടന്റെ കളിപ്പാവകളായ ഒരു സർക്കാരാണ് എവിടെ നിന്നത്? തുർക്കിയിൽ നിന്നത്. വലിയ രസം എന്താണെന്ന് വെച്ചെങ്കിൽ ഈ ആളുകൾ ബ്രിട്ടന്റെ കളിപ്പാവകളാണ്. എന്നിട്ടും ഈ ആളുകൾ കൂടുന്നത് ആരുടെ കൂടെയാണ്? ജർമ്മനിയുടെ. ആ രൂപത്തിൽ ചരടുവരി ബ്രിട്ടൻ നടത്തി. ബ്രിട്ടന്റെ കളിപ്പാവകളാണ് ഇവർ ഏത് കാലത്തും. ആര്? അബ്ദുൽ ഹമീദ് രണ്ടാമനെ പുറത്താക്കിയവര്. എന്നിട്ടും അവർ ആരുടെ കൂടെ? ജർമ്മനിയുടെ കൂടെ. എന്തുകൊണ്ട്? ഒരു ശത്രുഭാഗത്ത് നിന്നാലേ ആ നാടുകൾ പിടിച്ചെടുക്കാൻ കഴിയും. ഈ നാട് പിടിച്ചെടുക്കാൻ എന്തിനാണ്? തുർക്കിയെ തോൽപ്പിക്കലല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം എന്താണ്? എണ്ണപ്പാടങ്ങൾ പിടിച്ചെടുക്കലാണ്. ഇത് അവർ തന്നെ തുറന്നെഴുതാണത്. അവർ തന്നെ. അത് MI6 50 വർഷത്തിലേറെ ചാരനായി, മിഡിൽ ഈസ്റ്റിൽ ചാരനായി വർക്ക് ചെയ്ത ആളാണ് ജോൺ കോൾമാൻ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിനാണ് ഞാൻ ഈ വായിക്കുന്നത്. ആയിരത്തി 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് സൈന്യം മെസോപ്പൊട്ടോമിയൻ ക്യാമ്പയിന് മുന്നിട്ടിറങ്ങിയത് തന്നെ ഇറാഖിലെ പെട്രോളിയം സമ്പന്ന പ്രദേശങ്ങൾ കൈവശപ്പെടുത്തുക എന്ന ആവശ്യത്തോടെയായിരുന്നു. പിന്നീട് കഴിഞ്ഞ 100 കൊല്ലത്തോളം യൂഫ്രട്ടീസ് തടത്തിൽ നടന്ന യുദ്ധങ്ങളെയെല്ലാം അടിസ്ഥാനം യൂഫ്രട്ടീസ് തടത്തിൽ പെട്രോളിയം പൊങ്ങി വന്നത് മാത്രമാണ്. ആരെ പറയുന്നത്?
പറയുന്നത് MI6 വേണ്ടി 50 വർഷത്തിലേറെ ചാരപ്പണിയെടുത്ത പ്രഗത്ഭനായ ബ്രിട്ടീഷ് ചാരനാണ് ആര്? ജോൺ കോൾമാൻ. അദ്ദേഹത്തിന്റെ പുസ്തകമാണിത്. വേൾഡ് ഇന്റലിജൻസ് റിവ്യൂ ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്, അമേരിക്കൻ പ്രസാധകർ. അമേരിക്കയിലും ബ്രിട്ടനിലും വൻ വ്യവസായികളായ അതിസമ്പന്നർ കിർക്കുക്കിലേക്ക്, ഇതിന്റെ ഈ പുസ്തകത്തിന്റെ 30-ാം പേജിൽ കിർക്കുക്കിൽ 1927 ഒക്ടോബറിൽ കിർക്കുക്കിൽ പെട്രോളിയത്തിന്റെ ഒരു കൂറ്റൻ ഉറവ പറയുന്നത് ഇങ്ങനെയാണ്. 1927 ഒക്ടോബറിൽ കിർക്കുക്കിൽ പെട്രോളിയത്തിന്റെ ഒരു കൂറ്റൻ ഉറവ പൊട്ടിത്തെറിച്ചു. 9 ദിവസത്തോളം ആർക്കും തടുത്തു നിർത്താൻ കഴിയാതെ കിലോമീറ്ററുകൾ നീണ്ട പ്രദേശങ്ങൾ പെട്രോളിയത്തിന്റെ പ്രളയത്തിൽ മുങ്ങിപ്പോയി. അമേരിക്കയിലെയും ബ്രിട്ടനിലെയും വൻ വ്യവസായികളായ അതിസമ്പന്നർ കിർക്കുക്കിലേക്ക് ഇരച്ചെത്തി. അന്നത്തെ പ്രമുഖ അമേരിക്കൻ പെട്രോളിയം കോടീശ്വരനായിരുന്ന എച്ച്.എൽ. ഹണ്ട് കിർക്കുക്കിലെ ഈ അറ്റമില്ലാത്ത കറുത്ത സ്വർണശേഖരത്തെ ബ്ലാക്ക് ജെയിന്റ്, കറുത്ത ഭീമൻ എന്നാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ അന്നു മുതൽ ഇന്ന് വരെ ഇറാഖിലെ കുർദു വംശജർ സമാധാനത്തോടെ ഉറങ്ങിയിട്ടില്ല. അയാൾ പറയുക, ആരായി പുസ്തകം എഴുതിയത്? 50 വർഷത്തിലേറെ ബ്രിട്ടന് വേണ്ടി ഈ പ്രദേശങ്ങളിൽ ഇറാഖിലും സിറിയയിലും മിഡിൽ ഈസ്റ്റിലും ചാരപ്പണിയെടുത്ത ഏറ്റവും വലിയ MI6 ചാര ഏജൻസിയാണ് ഇത് പറയുന്നത്. ആ നാട് സമാധാനമായി 1900 തുടക്കം മുതൽ ഇന്ന് വരെ സമാധാനത്തോടുകൂടെ ഉറങ്ങി. അതന്നെ നബി പറഞ്ഞു, എടുക്കരുത്, നിങ്ങൾ സമാധാനം നഷ്ടപ്പെടും. മനുഷ്യന്മാർക്ക് വേണ്ട എന്താ? പൈസയല്ല. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം. പഠിക്ക്. ഒരു വിഷയം പഠിക്കുമ്പോൾ എല്ലാവരും പറയണ്ടേ, നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോഴത്തിന് അതിന് ശത്രുത ഉണ്ടാക്കിയിട്ട് എന്തോ വിളിച്ചു പറയരുത്. ഇത് നിങ്ങൾ പഠിക്ക്. ആയിരത്തി 1930-ലും 1961-ലും 1969-ലും 2003-ലും അമേരിക്കൻ ഗവൺമെന്റ് വലിയ തോതിൽ ആയുധങ്ങൾ കുർദ് വിപ്ലവകാരികൾക്ക് നൽകി. 1927 മുതൽ ഇന്നുവരെ കിർക്കുക്കിലും ഇറാഖിലും നിരന്തരമായ കൂട്ടക്കുരുതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും അമൂല്യവും 2021-ലാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ലോകത്തെ ഏറ്റവും അമൂല്യവും അത്യാവശ്യവുമായ ഈ കറുത്ത സ്വർണത്തിന് വേണ്ടിയാണ് നാം നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. MI6 ഏറ്റവും പ്രഗത്ഭനായ ചാര ഉദ്യോഗസ്ഥന്റെ വാക്കുകളാണിത്. യൂഫ്രട്ടീസ് തടത്തിലും ചുറ്റുവട്ടത്തും നടക്കുന്ന മുഴുവൻ യുദ്ധങ്ങൾക്കും അടിസ്ഥാന കാരണം പെട്രോളിയമാണെന്നത് വൈറ്റ് ഹൗസിലും പെന്റഗണിനുമുള്ള സർവ്വ ഉദ്യോഗസ്ഥർക്കും അറിയാവുന്ന പരമമായ സത്യമാണ്. ഈ പുസ്തകത്തിന്റെ മറ്റൊരു ഒരു അധ്യായമാണ് നേക്ഡ് ഇംപീരിയലിസം അറ്റ് വർക്ക്. എന്താ ഈ അധ്യായത്തിൽ പറയുന്നത്? അമേരിക്ക നടത്തിയ, അദ്ദേഹം പറയാം, MI6 ഉദ്യോഗസ്ഥൻ ചാരം ആയ ജോൺ കോൾമാൻ പറയാണ്, അമേരിക്ക നടത്തിയ എല്ലാ വൈദേശിക യുദ്ധങ്ങൾക്കും പിന്നിൽ പെട്രോളിയത്തിന്റെ ആവശ്യകതയും ആർത്തിയും മാത്രമാണ്. അമേരിക്കയുടെ സാമ്പത്തിക മികവിന്റെ ഒരേ ഒരു അടിസ്ഥാനം പെട്രോളിയമാണ്. 2003-ൽ അമേരിക്ക ഇറാഖിൽ നടത്തിയ അനാവശ്യമായ യുദ്ധം, MI6 ഉദ്യോഗസ്ഥൻ പറയാണ്, 2003-ൽ അമേരിക്ക ബ്രിട്ടനുമൊത്ത് MI6 ഉദ്യോഗസ്ഥനെ പറയുന്നത് അനാവശ്യമായ യുദ്ധം തികച്ചും പെട്രോളിയത്തിന് വേണ്ടി മാത്രമായിരുന്നു. ആരെ പേരാ പറഞ്ഞ്? സദ്ദാം ഹുസൈന്റെ. പറഞ്ഞ് മനസ്സിലായില്ല, പേര് പറഞ്ഞത് ആരുടേതാ? സദ്ദാമിന്റെ പേര് പറഞ്ഞു. പക്ഷെ എന്റെ ഒരു ലക്ഷ്യം എണ്ണ, വേറെ ലക്ഷ്യമില്ല. ൽ അമേരിക്ക ഇറാഖിൽ നടത്തിയ അനാവശ്യമായ യുദ്ധം തികച്ചും പെട്രോളിയത്തിന് വേണ്ടി മാത്രമായിരുന്നു എന്നതാണ് സത്യം. ഇന്ന് 3-ാം ലോക രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏക കാരണം യൂഫ്രട്ടീസ് തടത്തിലെ പെട്രോളിയം മാത്രമാണ്. അതായത് നേരിട്ടുള്ളത് മാത്രമല്ല, കൊല്ലൽ മാത്രമല്ല, മരിക്കൽ. ലക്ഷക്കണക്കിന് കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുക. എന്താ കാരണം? പെട്രോളിയം. ആരാ ഇത് പറയുന്നത്? നിങ്ങൾ നോക്കണം. യൂഫ്രട്ടീസ് തടത്തിലെ പെട്രോളിയം മാത്രമാണ്. 100 കൊല്ലമായി നാം യുദ്ധം ചെയ്യുന്നത് പെട്രോളിയത്തിന് വേണ്ടി മാത്രമാണ് എന്നതാണ് സത്യം. പെട്രോളിയത്തിന് വേണ്ടി മാത്രമാണ്. ഈ സത്യം മറച്ചു പിടിച്ചു ഓരോ കാലഘട്ടത്തിലും മറ്റു പല പൊള്ളയായ കാരണങ്ങൾ പറഞ്ഞു ഓട്ടയെടുക്കുക അടക്കുക മാത്രമാണ് അമേരിക്ക ചെയ്യുന്നത്. വി ഫൈറ്റ് ഫോർ ഓയിൽ എന്ന പുസ്തകം ആരുടെ പുസ്തകമാണിത്? വി ഫൈറ്റ് ഫോർ ഓയിൽ എന്ന ഈ പുസ്തകം, വി ഫൈറ്റ് ഫോർ ഓയിൽ ഹിസ്റ്ററി ഓഫ് US പെട്രോളിയം വാർസ് എന്ന ഈ പുസ്തകം
50 വർഷത്തിലേറെ മിഡിൽ ഈസ്റ്റിൽ ബ്രിട്ടീഷുകാർ MI6 വേണ്ടി ബ്രിട്ടീഷുകാരനാൽ വർക്ക് ചെയ്ത ജോൺ കോൾമാന്റെ വാക്കുകളാണ്. ലോകപ്രശസ്തനായ തത്വചിന്തകനായ നോം ചോംസ്കിയെ അറിയാത്ത ആളുകൾ ഒരു പക്ഷേ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കുറഞ്ഞ വാക്ക്. നോം ചോംസ്കിയെ അറിയാത്തവരുണ്ടാവില്ല. മരിച്ചിട്ടില്ല. 1997 വയസ്സിലിപ്പോൾ നോം ചോംസ്കിക്ക്. 1928 നോം ചോംസ്കിയുടെ ജനനം. അദ്ദേഹത്തിന്റെ വളരെ അത്ഭുതം. അദ്ദേഹം സത്യത്തിന് ജൂതന. നോം ചോംസ്കി ഒരു ജൂതന. പക്ഷെ ഒരു നേരും നെറിയുമുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഒരു നിലക്ക് അമേരിക്കയുടെ ഒരു പ്രഗത്ഭനായ ഉപദേഷ്ടാവ് കൂടിയാണ് നോം ചോംസ്കി. നിഷേധിക്കാൻ കഴിയില്ല. ലോകത്ത് ഇന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളാണ് ആര്? ഇന്ന് ലോകത്ത് വിരലിലെണ്ണാവുന്ന പണ്ഡിതന്മാരിൽ ഒരാളാണ് ജൂതവംശജനായ നോം ചോംസ്കി. ലോകത്ത് ഒരു പക്ഷേ നോം ചോംസ്കിയെ പോലത്തെ ഒരു പണ്ഡിതൻ ലോകത്ത് ഉണ്ടോ എന്ന് പോലും സംശയമാണ്. ഇന്ന് അത്രയും വലിയ പണ്ഡിതൻ അദ്ദേഹം. ജൂതവംശജനാണ്. മാത്രമല്ല അമേരിക്കയിലെ ലിംഗ്വിസ്റ്റിക് സയന്റിസ്റ്റാണ്. ഭാഷാ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ചരിത്രകാരൻ, ചിന്തകൻ, തത്വചിന്തകൻ, ലിംഗ്വിസ്റ്റിക് സയന്റിസ്റ്റ് എന്ന പേരിലെല്ലാം ഒരു നൂറ്റാണ്ടിൽ ആയി അറിയപ്പെട്ടു. എൻ്റെ അടുത്ത് 97 വയസ്സായി. 97 വയസ്സായി. ഇപ്പോൾ 97 വയസ്സായി. അദ്ദേഹം ലോകത്ത് നടത്തിയ ഒരുപാട് പ്രഭാഷണങ്ങളുണ്ട്. എന്തിനെതിരെ? ഈ ഓയിൽ വാർസിനെതിരെ. ഈ അമേരിക്ക നടത്തുന്ന ഓയിലിന് വേണ്ടിയുള്ള കൂട്ടക്കുരുതികളാണ് ഇത്. റസൂൽ പറഞ്ഞാലോ, നിങ്ങൾ എടുക്കരുത്, എടുത്ത് അങ്ങക്ക് മരിക്കേ പണി ഉണ്ടാവുള്ളൂ. യുക്തത്തിലും അലി, അതിന്റെ മേൽ കൊലകൾ തന്നെ നടക്കും എന്നെന്നും. ഫലായഹു, നിങ്ങൾ എടുക്കരുത്. നിങ്ങളത് എടുക്കരുത്. എടുത്താൽ പിന്നെ മരണം, കൊലയും അല്ലാത്തൊരു പണി ഉണ്ടാവൂല. നിങ്ങളത് എടുക്കരുത്. ലോകരാജ്യങ്ങളിൽ ഏകദേശം പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലെല്ലാം നോം ചോംസ്കിയുടെ പ്രഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഇത് ഓയിൽ വാർസാണ്, ഇത് ഓയിലിന് വേണ്ടിയാണ്, അല്ലാതെ ആ നാട്ടുകാർ ഇതിൽ നിരപരാധികളാണ്. സത്യത്തിൽ ഇത് അതാപന്നല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ മറക്കരുത്. ഒരു രാജ്യത്ത് യുദ്ധം നടന്നാൽ അതിർത്തിയുടെ പരിസരത്ത് താമസിക്കുന്നവരെ ഒരുപക്ഷെ സർക്കാർ ഒന്ന് മാറ്റി പാർപ്പിക്കാം. പിന്നെ സാമ്പത്തികമായ ക്ഷീണം ആ രാജ്യത്തിന് വന്നേക്കാം. അല്ലാതെ എന്താ ഉണ്ടാവുക? ഇതാ രാജ്യത്തിന് ലോകത്തെ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ. ഒരു നൂറ്റാണ്ടിലേറെയായി ലോകത്തെ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ എവിടുന്ന? മിഡിൽ ഈസ്റ്റിൽ നിന്ന്. ലക്ഷക്കണക്കായ സ്ത്രീകൾ. ഭർത്താവ് എവിടെയെന്നറിയില്ല. കാരണം പോയിട്ടുണ്ട്, തിരിച്ചെത്തിയിട്ടില്ല. അവരെവിടെ ഉണ്ടോ, ജയിലിലാണോ, കൊന്നോ അറിയില്ല. ഒരു പെണ്ണിനെ യുദ്ധം ഇരിക്കണമെങ്കിൽ അങ്ങനെ ഒരു മുസ്ലിം പെണ്ണിന് ഭർത്താവ് മരിച്ചാൽ എന്തുണ്ട്? യുദ്ധം വേണ്ടേ? യുദ്ധം ഇരിക്കണമെങ്കിൽ ഭർത്താവ് മരിച്ചു എന്നറിയില്ല. ഇങ്ങനെ ഒരു ജനത ലോകത്ത് ഇതല്ലാതെ എങ്ങനെ പെട്രോളിയം അനുഗ്രഹമാകുക? പെട്രോളിയം എങ്ങനെയാണ് അനുഗ്രഹമാകുക? നേരത്തെ പറഞ്ഞില്ലേ, ഈസ് ഓയിൽ എ ബ്ലെസ്സിങ് ഓർ എ കേസ് ഫോർ ദ മിഡിൽ ഈസ്റ്റ്. അത് പശ്ചിമേഷ്യക്ക് അത് അനുഗ്രഹമാണോ ശാപമാണോ എന്ന ഓക്സ്ഫോർഡ് പ്രസിദ്ധീകരിച്ച ഒരു പ്രബന്ധം നേരത്തെ ഇവിടെ നമ്മൾ കാണിച്ചു. നോം ചോംസ്കി ലോകത്തെ ഒരുപാട് ലേഖനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ലേഖനം അദ്ദേഹത്തിന്റെ ഒരു ലേഖനം, ഓയിൽ ഇംപീരിയലിസം ആൻഡ് ദ US ഇസ്രായേൽ റിലേഷൻഷിപ്പ്. ഓയിൽ സാമ്രാജ്യത്വം, ഓയിൽ ഇംപീരിയലിസം, ഓയിൽ എണ്ണ സാമ്രാജ്യത്വം, പിന്നെയോ ആൻഡ് US ഇസ്രായേൽ റിലേഷൻഷിപ്പ്. ഇതിവിടെ സംഘർഷം നിലനിർത്തിയാലേ എണ്ണ ഊറ്റാൻ പറ്റൂ. അപ്പൊ ഈ സംഘർഷം ഇല്ലാതാക്കൂല. അല്ലെങ്കിൽ ഇനി എന്ത് വേണമെന്നറിയോ? ഈ രാജ്യങ്ങളിൽ മൊത്തം ഒരു അധീശാധികാരം ആർക്ക് വരണം? ഇസ്രായേലിന് വരണം. അത് വരികയും ചെയ്യും. ഈ രാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേൽ ഭരിക്കും. അതിനേക്കാൾ വെച്ച് കഴിഞ്ഞു. ഇനി ഇവിടെ മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇനി ഇവിടെ മനുഷ്യന്മാർക്ക് ഇതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഈ രാജ്യങ്ങൾ ഇസ്രായേൽ ഭരിക്കണം. എന്നാൽ യുദ്ധം നിൽക്കൂല. 1977 ഡിസംബറിൽ അമേരിക്കയിൽ ആഠ്യ മാസികയായ ലെവിയത്തിന് അദ്ദേഹം നൽകിയ ഇന്റർവ്യൂവിൽ നോം ചോംസ്കിയുടെ പ്രസ്താവനയാണ് നമ്മൾ വായിക്കുന്നത്. ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നം പോലും. ഫലസ്തീൻ. പിന്നെ നമ്മൾ ഇതിന്റെ ഇടയിൽ എന്തിനാ വർത്തമാനം പറയുന്നത്?
ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നം പോലും അമേരിക്കയിലെ പെട്രോളിയം സാമ്രാജ്യത്വ താല്പര്യം മൂലമാണ് ഉണ്ടായത്. അവിടെ ആ സാധനത്തിനെ കൊണ്ട് 48 കുടിയിരുത്തി. 1948 മെയ് 14 അവിടെ കൊണ്ടുപോയി ഇസ്രായേലിനെ കുടിയിരുത്തി അമേരിക്കയും ബ്രിട്ടനും. എന്തുകൊണ്ട്? 920 തുടക്കം മുതൽ അവിടെ എണ്ണയുണ്ട്. 27 മുതൽ ലോകാവസാനം വരെ തീരാത്ത എണ്ണ കണ്ടെത്തുകയും ചെയ്തു. അപ്പൊ ആ നാട്ടിൽ അവിടെ ഒരു സാന്നിധ്യം വേണം, ഒരു സംഘർഷത്തിന്റെ സാന്നിധ്യം. അപ്പൊ എന്നും അവിടെ ഒരു ഇവരുടെ സാന്നിധ്യം ഉണ്ടാവും. ഊറ്റാവുന്നതിന് ഇവർക്ക് മുഴുവൻ ഊറ്റിക്കൊണ്ടുപോവാ. ഇതിന്റെ പിന്നിൽ അമേരിക്കയുടെ പെട്രോളിയം താല്പര്യത്തിന്റെ പേരിൽ മാത്രം ഉണ്ടായ രാജ്യമാണ് ഏത്? ഇസ്രായേൽ. ആരത് പറയുന്നത്? ജൂഡൻ. നിങ്ങൾ അത്ഭുതത്തോടു കൂടെ മനസ്സിലാക്കേണ്ടത്, പിന്നെ ജൂതന്മാരുടെ ഡയസ്പോറ ആരംഭിക്കുന്നത് ഏകദേശം നേരത്തേക്ക് തന്നെ ആധുനിക ഡയസ്പോറയുടെ കാലഘട്ടം AD 2-ാം നൂറ്റാണ്ട്. പ്രവാസം അവര് ഇല്ല, ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ചിന്നിച്ചിതറി ആര്? ജൂതന്മാർ. പിന്നെ അവർ ഇസ്രായേൽ കേന്ദ്രീകൃതമായ ഒരു ജീവിത രീതി അവർക്കില്ല. AD 2-ാം നൂറ്റാണ്ട് മുതൽ ഒരു യൂറോപ്യൻ രാജാവ് അവരെ കൂട്ടക്കൊല ചെയ്തു എന്ന കാരണത്താൽ ജൂതന്മാർ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ചിന്നിച്ചിതറി. പിന്നെ അവരെ തിരിച്ച് ഇസ്രായേലിൽ എത്തിക്കുന്നത് എന്തിനാ? അങ്ങനത്തെ രാജ്യം ഉണ്ടാക്കി തിരിച്ചെത്തിക്കുന്നത് 1900-ന് ശേഷം. എന്തുകൊണ്ട്? മനസ്സിലായില്ല. അവിടെ എന്ത് കണ്ടെത്തി? പെട്രോളിയം. ഇനി അവിടെ രാജ്യം ഉണ്ടാക്കി കൊടുത്താൽ ആ സംഘർഷം സ്വാഭാവികമായി നിലനിൽക്കും. അപ്പൊ അതിന്റെ പിന്നിൽ അമേരിക്കയുടെ പെട്രോളിയം താല്പര്യം കൊണ്ട് മാത്രമുണ്ടായ രാജ്യമാണ് ഇസ്രായേൽ. ആ സംഘർഷം നിലനിൽക്കുന്നു. ഈ സംഘർഷമൊക്കെ തീർക്കാം, പക്ഷെ അവർക്ക് തീർക്കാൻ കഴിയില്ല, തീർക്കാൻ താല്പര്യം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഈ ശത്രു ഇവിടെ നിലനിന്നാൽ മാത്രമേ ഈ എണ്ണ ഊറ്റാൻ കഴിയുള്ളൂ. ഇന്ന് ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന 90% പെട്രോളിയവും അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്. അതിന്റെ ശതമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളെല്ലാം തന്നെ ഭാവിയിൽ നടക്കാനിരിക്കുന്ന യുദ്ധങ്ങളും. 2002 ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ വൈ ഇറാഖ് എന്ന ഒരു പ്രഭാഷണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. നോം ചോംസ്കി 2002 അന്ന് അദ്ദേഹത്തിന്റെ പ്രവചനം പിന്നെ പുലർന്നു. 2002 നവംബറിലാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ അദ്ദേഹത്തിന് വൈ ഇറാഖ് എന്ന പ്രഭാഷണം നടക്കുന്നത്. 2002 അമേരിക്കയിൽ അവസാനത്തെ കയറ്റം കയറിയിട്ട് എല്ലാം ഇടിച്ച് നിരപ്പാക്കുന്ന എതിരാ 2003. മനസ്സിലായില്ല? അതായത് നോം ചോംസ്കിയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ വിഖ്യാതമായ വൈ ഇറാഖ് എന്ന പ്രഭാഷണം നടക്കുന്നത് 2002 നവംബറിൽ. 2003 മാർച്ചിലാണ് ആര് അവസാനത്തെ കയറ്റം എല്ലാം ഇടിച്ച് നിരപ്പാക്കുന്ന കയറ്റങ്ങൾ 2003. ഈ പ്രഭാഷണത്തിൽ അദ്ദേഹം ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട്. ഭാവിയിൽ ആ പ്രവചനം ഇതാണ്: ഭാവിയിൽ അമേരിക്ക ഇറാഖിനെ ആക്രമിക്കുകയാണെങ്കിൽ അതിന് പിന്നിലുള്ള പ്രധാന കാരണവും ഇറാഖിന്റെ കയ്യിലുള്ള കൂറ്റൻ പെട്രോളിയം സമ്പത്ത് മാത്രമായിരിക്കും. ഇത് അദ്ദേഹം പറയുന്നത് നവംബർ 4-നാണ്. അമേരിക്ക ഇറാഖിൽ കയറുന്നത് 2002 നവംബർ 4-നാണ് ഈ പ്രവചനം. ആരുടെ? നോം ചോംസ്കിയുടെ. 2003 മാർച്ച് 20-നാണ്. 2002 നവംബർ 4-നാണ് ഈ പ്രവചനം നടത്തുന്നത് ആര്? നോം ചോംസ്കി. 2003 മാർച്ച് 20-നാണ്. അതായത് നവംബറിന്റെയും മാർച്ചിന്റെ തുടക്കം നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. മാർച്ചിൽ കയറി 4 മാസമായിട്ടേ ഉള്ളൂ. ഭാവി എന്നെങ്കിലും അമേരിക്ക ഇറാഖുമായി ഒരു വലിയ യുദ്ധത്തിന് തയ്യാറാവുകയാണെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം ഇറാഖിന്റെ കയ്യിലുള്ള കൂറ്റൻ പെട്രോളിയം സമ്പത്ത് മാത്രമായിരിക്കും. 2008 ജൂലൈ 8-ന് UAE ഖലീജ് ടൈംസിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ലേഖനം ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ദ ഓയിൽ സ്റ്റുപ്പിഡ്. അത് ഓയിലാണ് വിട്ടി. ആ പുസ്തകം, ആ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഇതിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഈ പുസ്തകത്തിന്റെ 137-ാമത്തെ പേജിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓയിൽ സ്റ്റുപ്പിഡ്. അത് എണ്ണയാണ് വിട്ടി. 2008. അതായത് നീ അതിന് ഇനി വേറെ കാരണങ്ങൾ, ഒരു കാരണമെങ്കിൽ നീ വേറെ കാരണം ഉണ്ടാക്കും. അപ്പൊ ഇവരെ രണ്ടാളും തല്ലിക്കളന്ന് നിനക്ക് തോന്നിയാൽ എന്താ അവനോട് പറയാ? മോനെ വാപ്പാനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ഇവ എന്ത് പറഞ്ഞു? അത് ഞാൻ ഒരാൾ പറഞ്ഞ് കേട്ടു. ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ അത് ഇല്ല എന്നാ മനസ്സിലാവുന്നത്, കളവ. അപ്പൊ ഇനി വേറെ കാരണം ഉണ്ടാക്കും. എന്ത്? എൻ്റെ പെങ്ങളതിൽ നടന്നു പോകുമ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത ഒച്ചുണ്ടാക്കിയിട്ട് ആ പെണ്ണിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അവന് ചൂടാകും. ഒരു കാരണം പറ്റില്ലെങ്കിൽ അടുത്ത കാരണം ഉണ്ടാക്കും. നമ്മളിവിടെ കാരണങ്ങൾ തിരഞ്ഞു നോക്കുകയാണ്. എന്താ എന്ത് മായനുള്ളത് ഇതിന്റെ മുഴുവൻ? ആ കാരണമെങ്കിൽ വേറെ കാരണത്തെ അമേരിക്ക കൊണ്ടുവരുമ്പോൾ അമേരിക്കയും ബ്രിട്ടനും ഏതുവരെ ഇതൊക്കെ യാമനാൾ വരെ അവസാനിക്കൂല്ലെങ്കിലോ? അതുകൊണ്ടാണ് ആ സാധനങ്ങൾ എടുക്കേണ്ടെന്ന് നബി പറഞ്ഞത്. കൊല്ലേക്കും, അല്ലാതെ സ്വർണ്ണം എടുത്തിട്ട് ആരെ കൊന്നത്? ലോക ചരിത്രത്തിൽ എവിടെയും ഗോൾഡ് വാർസ് എന്നൊരു പുസ്തകം വന്നിട്ടില്ലല്ലോ. സ്വർണ്ണ യുദ്ധങ്ങൾ. എന്നിട്ടിപ്പോ ചില ആളുകൾ തപ്പാണ്, എവിടെയെങ്കിലും സ്വർണ്ണമാല ഉണ്ടോ? സ്വർണ്ണമാല ഉണ്ടായിക്കൂടെ? കൊലപാതകം നടക്കണ്ടേ? എന്തിയെ പറഞ്ഞു നബി? സ്വർണം കാരണം ലോക ചരിത്രത്തിൽ എന്നാ സ്വർണത്തിന് വേണ്ടി യുദ്ധം നടന്നത്? ഇതിന് യുദ്ധം. കാരണം സ്വർണം എന്ന് പറഞ്ഞാൽ ഒരു ധാതു എന്നാൽ വിലയുള്ള ധാതു തന്നെ, അത്രേ ഉള്ളൂ. ഇതങ്ങനെയല്ല. ഇനിയിപ്പോ ഒരു രാജ്യത്തിന് സ്വർണം കിട്ടിയില്ലെങ്കിൽ ആ രാജ്യത്തിന് എന്താ നഷ്ടം? പറയും നിങ്ങളൊക്കെ പഠിച്ചവരാണല്ലോ. നിങ്ങൾ പറയും. ഒരു ഇന്ത്യ രാജ്യത്ത് സ്വർണ്ണമില്ല, മറ്റു രാജ്യങ്ങൾ ഇന്ത്യക്ക് സ്വർണം കൊടുത്തില്ല, എന്താ നഷ്ടം? എന്താ നഷ്ടം? ഒക്കെ പഠിച്ചവരാണല്ലോ. നിങ്ങൾ ഇതിൽ എന്തെങ്കിലും എതിര് പറയണോ? ഇതൊക്കെ ആലോചിച്ചൂടെ മനുഷ്യന്മാരെ? നിങ്ങൾക്ക് ഈ ലോകത്തെ 140 ചില്ലാനും കോടി ജനങ്ങൾ താമസിക്കുന്ന ലോകത്തെ ഏറ്റവും ആൾ സമ്പത്തുള്ള രാജ്യമാണ് എന്ത്? ഇന്ത്യ, അല്ലേ? നമ്മൾ ചൈനയെയും അടിച്ചു. ഇന്ന് ലോകത്തെ ഏറ്റവും ആൾ സമ്പത്തുള്ള രാജ്യമാണ് ഏത്? ഇന്ത്യ. ഇന്ത്യ രാജ്യത്തിന് നമ്മളെ കയ്യിൽ സ്വർണ്ണമില്ല, അങ്ങനെ സങ്കല്പിക്കും. ഒരു തരി സ്വർണ്ണം ഇന്ത്യ രാജ്യത്തില്ല. ഒരു കനിയും നമ്മളെ കയ്യിലില്ല. കർണാടകയിലെ കോലാർ കനി ഒന്നും നമ്മളെ കയ്യിലില്ല. പിന്നെ മനസ്സിലായോ പറഞ്ഞത്? പുറം രാജ്യങ്ങളിൽ നിന്ന് സ്വർണം വന്നാലേ ഉള്ളൂ. അതിന് പുറം രാജ്യങ്ങളെല്ലാം തീരുമാനിച്ചു ഇന്ത്യക്ക് ഇനി സ്വർണം കൊടുക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ ഇന്ത്യക്കാർ ചിരിക്കും. പ്രധാനമന്ത്രി ഒരു ദിവസം മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട് എങ്ങനെ പറയും? ഇനി പരസ്പരമുള്ള കല്യാണങ്ങൾക്കൊക്കെ കല്യാണം നടത്തിയാൽ മതി, എന്ത് വേണ്ട, സ്വർണം കൊടുത്തുകൊണ്ട് കല്യാണം ഒന്നും നടത്തണ്ട. നമ്മൾ പറഞ്ഞു നമുക്ക് എന്ത് പ്രശ്നമുണ്ട്? എന്ത് പ്രശ്നം? അതേ സമയത്ത് എണ്ണ തിരില്ലാണല്ലോ. എണ്ണ തിരില്ല ഇത് കത്തൂല. ഇവിടെ കത്തുണ്ടല്ലോ, എണ്ണ തിരില്ല ഇത് ഓർക്കില്ല. എണ്ണ തിരില്ല ഇതിലുണ്ട് പെട്രോളിയത്തിന്റെ അംശം, ഇതിലുണ്ട്. എന്തിനല്ലാത്ത ഇതിലുണ്ട്. ഇതിപ്പോ മരമാണോ? മരല്ല. ഇത് ഈ തൊട്ടുന്ന മുഴുവനും ഇതെന്താ പോളിഷ്? എന്ത് പോളിഷിന്? എവിടുന്ന പോളിഷ് വരുന്നത്? പെട്രോളിയം. ഇന്ത്യ ഇരുട്ടിലാവും, നിശ്ചലായി പോവും. സ്വർണം കിട്ടിയില്ലെങ്കിൽ എന്താ? അപ്പം ലോകത്ത് ഇത്രയേറെ മനുഷ്യന് ആവശ്യമുള്ള ധാതു എന്താണ്? ആധുനിക കാലത്ത് പെട്രോളിയം അല്ലാതെ എന്താണ്? ഇന്നിപ്പോ ഏതെങ്കിലും ഒരു സ്വർണ്ണം ഇല്ലാത്തൊരു രാജ്യത്തിന് മറ്റു രാജ്യങ്ങൾ ഒരുമിച്ച് കൂടി നിങ്ങൾക്ക് ഞങ്ങൾ സ്വർണം തരില്ല, ആ രാജ്യത്തിന് എന്താ അവർ ചിരിക്കും? അതെ, എന്താ പെണ്ണുങ്ങളോട് പറയും തൽക്കാലം അവരെ ഉപരോധം കഴിയുന്നവരെ ഞങ്ങൾ അവർ മാല ഇടണ്ട. എന്താ പ്രശ്നം? അതേ സമയത്ത് ആധുനിക കാലത്ത് ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് അല്ല, ഒരു സെക്കൻഡ് എണ്ണ നിലച്ചാൽ ആ രാജ്യം നിശ്ചലായി പോകും. അനങ്ങാൻ കഴിയില്ല. ആ സെക്കൻഡ് നിശ്ചലം. കാരണം ഇതൊക്കെ ഇവിടെ നടക്കണത് എന്തുകൊണ്ടാണ്? ആധുനിക പണ്ടത്തെ കാലല്ലടോ ഇന്ന്. കറണ്ട് ഉണ്ടാവില്ല. എന്തുണ്ടാവോ? കറണ്ട് വേണ്ട, പോട്ടെ. എന്തുണ്ടാവോ? എന്ത് മണ്ണെണ്ണ. കറണ്ടിൽ മണ്ണെണ്ണ ഇടുന്നുണ്ടായിരുന്നു. ഇതിന് സ്വർണ്ണം നല്ലത്. എന്താണ് റസൂൽ പറയേണ്ടത്? ആ കറണ്ടില്ലേ, കറണ്ട് വേണ്ട, ഞങ്ങൾ മണ്ണെണ്ണ ഇടുന്നുണ്ടായിരുന്നു. പെട്രോളിയം മണ്ണെണ്ണ കിട്ടൂല, ഞങ്ങൾ മെയ്ത്തിരി എത്തിക്കും. മെയ്ത്തിരി ഇടുന്നുണ്ടായിരുന്നു. വീട്ടികളെ വീട്ടികളവര്
നിങ്ങൾ ഈ പുസ്തകം ഒന്ന് വായിക്ക്. വേണമെങ്കിൽ ഇന്റെ പുസ്തകം വിറ്റില്ലെങ്കിൽ എനിക്ക് നഷ്ടമില്ല. എനിക്ക് പടച്ച വേറെ എന്തെങ്കിലും തരും. അല്ലെങ്കിൽ പൈസ ചെലവാക്കിയ ഒരാളുണ്ട്, അയാളോട് ഞാൻ പറയും പൈസ വിറ്റില്ല. അയാളും ഈ പുസ്തകം വിറ്റാൽ അരി വാങ്ങേണ്ട ആളൊന്നുമല്ല, പൈസ ചെലവാക്കിയ ഞാനും അല്ല, പൈസ ചെലവാക്കിയ വേറെ ആളാണ്. ഞാനല്ല, ഞാൻ വലിയ മത്സരമല്ലല്ലോ. പൈസ ചെലവാക്കിയത് ഞാനല്ല, ഇതിന് പൈസ ചെലവാക്കിയാൽ പൈസ എൻ്റെ കയ്യിലില്ല. പൈസ ചെലവാക്കിയത് വേറെ നല്ല മനുഷ്യനാണ്. ആ മനുഷ്യനെ മനസ്സിലോട് ഈ പുസ്തകം ഒന്നും വിറ്റില്ല. അയാൾക്ക് എന്താ പ്രശ്നം? അയാൾ ഇത് വിറ്റിട്ട് അരി വാങ്ങണ ആളും അല്ല, ഗൾഫിൽ നല്ല ജോലിയും സൗകര്യമൊക്കെ ഉള്ള ആളാണ്, വലിയ സൗകര്യവും നിയമത്തൊക്കെ ഉള്ള ആളാണ്. ഞാൻ എൻ്റെ പുസ്തകം വിൽക്കാൻ വേണ്ടി പറയില്ല. ഇതെൻ്റെ ഈ വിഡ്ഢിത്തരം നിർത്തിയിട്ട് ഒരു രാജ്യം നിശ്ചലവും, നിശ്ചലം കറണ്ടില്ലെങ്കിൽ കൊണ്ട് നമുക്ക് മണ്ണെണ്ണ വിളക്ക് കത്തിക്കാം. മണ്ണെണ്ണ കത്തിക്കണമെങ്കിൽ എന്ത് വേണം? എവിടുന്ന മണ്ണെണ്ണ? പെട്രോളിയം അല്ലാതെ എന്താ? അല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്കം കിട്ടിയില്ല, ഞങ്ങൾ മേത്തിരി എവിടുന്നുണ്ടായത്? പെട്രോളിയം അല്ലാതെ എന്താണ്? പഴയ കാലത്തുള്ള മെഴുകല്ല ഇന്നത്തെ മെഴുക്. അപ്പൊ നമ്മൾ പറയാം ഈ തേനീച്ചയുടെ തേനെടുത്താൽ പിന്നെ അവിടെ എന്ത് ബാക്കി കിട്ടും? ഒരു മെഴുകണം. അങ്ങനെ ചില ജീവികളുടെ ചില അവശിഷ്ടങ്ങളിൽ നിന്നും ഉണ്ടാക്കിയതായിരുന്നു പഴയ കാലത്ത്. അതേപോലെ തന്നെ ചില വൃക്ഷത്തിൻ്റെ കറകൾ, ഇതിൽ നിന്നൊക്കെയാണ് പഴയ കാലത്ത് എന്തുണ്ടാക്കുക? മെഴുക്. ഇന്നും മെഴുക് അങ്ങനത്തതൊന്നും ഇല്ല. ഇന്ന് തേനെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പലക വലിച്ചെറിയും. എന്തുകൊണ്ട് അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. പഴയ കാലത്ത് മെഴുകുതിരി ഉണ്ടാക്കുക ഒന്നിരിക്കൽ തേനീച്ചയുടെ ആ അട ഉണ്ടല്ലോ അതിൽ നിന്ന്, അല്ലെങ്കിൽ അതേപോലെ ചില ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ചില വൃക്ഷങ്ങളുടെ കറകൾ, അതിനൊക്കെ ഉണ്ടാക്കാം. ഇന്നതല്ല. അന്ന് മെഴുകുതിരി എന്ന് പറഞ്ഞാൽ അപൂർവ സാധനമാണ്. ഇന്നെന്താ? നിങ്ങൾക്ക് എത്ര ഭൂലോകത്തെ ഏറ്റവും വലിയ തടിച്ച മെഴുകുതിരി ഉണ്ടാക്കാം. ഇത്ര വലിയ മെഴുകുതിരികളൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ. ഇല്ല, നിങ്ങൾക്ക് ഏത് സൈസുള്ള മെഴുകുതിരി കിട്ടും. പീടി അടങ്ങാത്ത മെഴുകുതിരി വരെ ലോകത്തുണ്ട്. വലിയ വലിയ മെഴുകുതിരികൾ. എന്തുകൊണ്ട് പറ? എന്തുകൊണ്ട്? പെട്രോളിയാണ്. പെട്രോളിയം ഇഷ്ടം പോലെയല്ലേ ഇവിടെ ലിസ്റ്റിലുള്ളത്. അപ്പൊ മണ്ണെണ്ണ കത്തിക്കൽ പറ്റും. നിശ്ചലം എന്ന് പറഞ്ഞാൽ നിശ്ചലം, ഒന്നും നടക്കൂല. കിണറ്റിന്ന് വെള്ളം ഇറങ്ങി കുടിക്കേണ്ടി വരും. കാരണം കയറ് പ്ലാസ്റ്റിക് പെട്രോളിയം. ഇനിയിപ്പോ എന്താ ചെയ്യാ? നിങ്ങൾ എന്താ പറയുന്നത്? എന്താ ചെയ്യാ? പെട്രോളിയം കിട്ടിയിട്ടില്ലെങ്കിൽ നിശ്ചലം. അപ്പൊ ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്തെ ഗോൾഡ് എന്താണ്? പഴയ കാലം മാറി. അന്നത്തെ ഉപയോഗിച്ച വസ്തുക്കളല്ല ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാം മാറി. നിങ്ങൾ ഇരിക്കുന്നത് എന്തിനാണ്? കാർപ്പറ്റ്. അതിൽ എന്തിന്റെ അംശമുണ്ട്? പെട്രോളിയം. നിങ്ങൾ നിസ്കരിക്കുന്ന മുസല്ല എവിടുന്നാ ഉണ്ടാക്കിയത്? നിങ്ങൾ പള്ളിയിൽ വിരിച്ച കാർപ്പറ്റ് എന്താ? പെട്രോളിയം. നിങ്ങളെ വലിയ വലിയ ഗ്ലാസ് ഹൗസുകൾ, നിങ്ങളെ വീട്ടിലെ ഗ്ലാസ്, മനസ്സിലായില്ലേ? ഇപ്പൊ ഗ്ലാസ്, വലിയ ഗ്ലാസ് കൊണ്ട് കവർ ചെയ്ത എത്ര വീടുകളുണ്ട്. പണ്ടത് നടക്കൂല, അത് ഗ്ലാസ് ആണ്. ഇന്ന് അതെന്തല്ല, ഗ്ലാസ് അല്ല. എന്താണ് സാധനം? പെട്രോളിയം. അതായത് പെട്രോളിയം കിട്ടിയില്ലെങ്കിൽ ആ സമയത്ത് രാജ്യം നശിച്ചു. ഇതിനേക്കാൾ വലിയൊരു ഗോൾഡ് എന്താണ്? ചിന്തിക്ക്. അപ്പൊ ഇതുപോലെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ ഒരു സമ്പത്ത് ഇല്ല. ഇറ്റ് ഇസ് ദ ഓയിൽ സ്റ്റുപ്പിഡ്. അത് ഓയിലാണ് വിട്ടി എന്ന്. ഇറാഖ് യുദ്ധത്തിന് ശേഷം അമേരിക്കൻ എണ്ണ കമ്പനികൾ, ചോംസ്കിയുടെ വാക്കുകളാണ്, ഇറാഖ് യുദ്ധത്തിന് ശേഷം അമേരിക്കൻ ഓയിൽ കമ്പനികൾ ഇറാഖ് ഓയിൽ മിനിസ്ട്രിയുമായി ഉണ്ടാക്കിയ കരാറുകൾ മാത്രം നോക്കിയാൽ മനസ്സിലാകും ഈ യുദ്ധത്തിന്റെ പ്രധാന കാരണം പെട്രോളിയം മാത്രമായിരുന്നെന്ന്. ആരാ പറയുന്നത്? നോം ചോംസ്കി. 2008 UAE ഖലീജ് ടൈംസിന് അദ്ദേഹം എഴുതിയ ലേഖനമാണത്. ഇറ്റ് ഈസ് ഓയിൽ സ്റ്റുപ്പിഡ് എന്നാണ് ലോകത്തിന്റെ ലേഖനത്തിന്റെ നാമം. ഈ യുദ്ധത്തിന് കാരണം
എണ്ണ കമ്പനികളുടെ ഇറാഖ് ഓയിൽ മിനിസ്ട്രിയുമായി അമേരിക്ക ഉണ്ടാക്കിയ കരാറുകൾ മാത്രം പരിശോധിച്ചാൽ മനസ്സിലാവും ഈ യുദ്ധത്തിന് കാരണം പെട്രോളിയം മാത്രമായിരുന്നെന്ന്. അന്ന് വരെ ഭാഗികമായി നടപ്പിലാക്കിയിരുന്ന അമേരിക്കയുടെ പെട്രോളിയം അജണ്ടകൾ പൂർണ്ണമായി നടപ്പിലാക്കാൻ വേണ്ടിയായിരുന്നു സൈനിക അധിനിവേശം 2003 അമേരിക്ക നടത്തിയത്. പലപ്പോഴും അമേരിക്കയുടെ അഡ്വൈസറായി, അമേരിക്കൻ ഭരണകൂടത്തിന്റെ അഡ്വൈസറായി വർക്ക് ചെയ്യാറുള്ള ആളാണ് ആര്? നോം ചോംസ്കി. ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. ലിംഗ്വിസ്റ്റിക് സയൻസിൽ അദ്ദേഹത്തെ വെല്ലാവുന്ന ഒരാൾ അമേരിക്കയിൽ. അത്രയും വലിയ പണ്ഡിതനാണ്, തത്വചിന്തകനാണ്. തത്വചിന്താപരമായ അനവധി പുസ്തകങ്ങളും അനവധി പ്രഭാഷണങ്ങളും അദ്ദേഹത്തിനുണ്ട്. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളാണ് നോം ചോംസ്കി. അദ്ദേഹത്തിന്റെ ലേഖനങ്ങളാണ്. എന്നാ അദ്ദേഹം ആരുമാണ്? അദ്ദേഹം ജൂതനുമാണ്, ജൂതവംശജനാണ് അദ്ദേഹം. അവ ചുരുക്കത്തിൽ ആധുനിക സമൂഹത്തെ ഹബീബ നബി പറഞ്ഞില്ലേ, ഫമൻ ഹളറഹു ഫലാ യഖുദ് മിൻഹു ശൈഅൻ, ഒന്നും എടുക്കരുത് എന്ന് പുണ്യ റസൂൽ പറഞ്ഞ സാധനം പെട്രോളിയം അല്ലാതെ മറ്റൊന്നുമല്ല, ഒന്നുമല്ല, വേറൊന്നുമല്ല. അങ്ങനെ അല്ലാത്തൊരു ന്യായം ഇനി അതിനില്ല. നിങ്ങൾ പഠിക്കുക, വെറുതെ എന്തോ വിളിച്ച് പറയരുത്. ഒന്നും ഇതിലില്ല. ഈ പറഞ്ഞതിൽ വളരെ ഒതന്റിക്കായ വിവരങ്ങളല്ലാത്ത ഒന്നും ഈ പുസ്തകത്തിലില്ല. വളരെ ഒതന്റിക്കായ വിവരങ്ങൾ ഓക്സ്ഫോർഡിൻ്റെ, കേംബ്രിഡ്ജിൻ്റെ, ഹാർവാർഡിൻ്റെ എന്നല്ല MI6 ഉദ്യോഗസ്ഥന്മാർ, നോം ചോംസ്കിയെ പോലത്തെ ലോകം കണ്ട പണ്ഡിതന്മാർ അവരൊക്കെ എഴുതിയതും പറഞ്ഞതും പ്രഭാഷണം നടത്തിയ ലോകത്ത് അനിഷേധ്യമായ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം പുറത്തിറങ്ങിയ മീഡിയാസ്, അതിൽ നിന്ന് പുറത്തു വന്ന വലിയ വലിയ കനപ്പെട്ട ഗ്രന്ഥങ്ങൾ, രാഷ്ട്രീയ ഗ്രന്ഥങ്ങൾ, അതേപോലെ തന്നെ വാർസിനെ പറ്റി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ, ഇങ്ങനെ ലോകത്തെ അതിപ്രധാനപ്പെട്ട ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് പോലത്തെ ഒരു പ്രസിദ്ധീകരിച്ച ഗോൾഡൻ വിവരങ്ങൾ ലോകത്തിന് നൽകിയ ഉന്നതമായ പ്രബന്ധങ്ങൾ, അതല്ലാത്ത ഒന്നും ഒരക്ഷരം ഈ പുസ്തകത്തില്ല. നിങ്ങൾ ചിന്തിക്കണം. ഇത് ഒഴുക്കിനെതിരെയുള്ള നീന്തലായതുകൊണ്ടാണ് പലപ്പോഴും ഇത് ശ്രദ്ധിക്കാതെ പോയത്. ഇതങ്ങനെ ഒരു പക്ഷേ മലയാളക്കരയിൽ ഈ 2024 ഇറങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥവും ഇതായിരിക്കാം. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞില്ലേ, ഒരു റിവ്യൂ കൊടുത്തിട്ട് പോലും ഒരു റളിയല്ലാഹു എന്ന് പറയേണ്ട ഒരു മലയാള മുസ്ലിം പത്രം ആ റിവ്യൂ പോലും കൊടുത്തില്ല എന്ന്. ആ കൊടുത്ത ആൾ തന്നെയാണ് ഇന്നലെ എന്നോട് എന്ന് പറഞ്ഞത്. എന്റെ ഒഴുക്കിനെതിരെ നീന്തുമെന്ന് സഹകരിച്ചൂടാ. അത്രയും വർത്താനം പറയുന്നുള്ളൂ. ബാക്കി ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ ബാക്കി പറയും. ഞാൻ പറയാതിരിക്കും നിങ്ങൾ വിചാരിക്കണ്ട. പറഞ്ഞാൽ പറഞ്ഞൊക്കെ കുറേ ആളുകൾ പറഞ്ഞല്ലോ. എന്നിട്ട് എന്തായി? ഒരു സ്ഥാപനത്തിലെ കുട്ടികൾ മുഴുവനും എനിക്കെതിരെ എന്ത് ചെയ്തു? എന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലക്കി. ഞങ്ങൾ ഉസ്താദുമാർ അത്ര നല്ലവരാണ്. ഇപ്പം എന്തായി? ഞങ്ങളോട് ജസ്റ്റിഫിക്കാനില്ല. ഞാൻ മിണ്ടാതിരിക്കുമെന്ന് വിചാരിക്കുമുണ്ട്. കാരണം ഇതിൻ്റെ പിന്നിലൊക്കെ നടത്തുന്ന പഠനങ്ങൾ അത്രയും പ്രധാനമാണ്. ഞാൻ പഠിക്കാത്തൊരു കാര്യം റബ്ബിൻ്റെ സാധനത്ത് ഞാൻ പറയൂല. അത് ഉൾക്കൊള്ളാൻ കഴിയില്ല, ജനങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്തുകൊണ്ടത് അത്രയും ഗൗരവമായ വിഷയങ്ങളാണ്, ജനങ്ങളത് ഉൾക്കൊള്ളൂല. പക്ഷെ പിന്നെ മനസ്സിലാവും. ഒരു സ്ഥാപനത്തിലെ ഉന്നതമായ അവിടുത്തെ വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അസോസിയേഷൻ, ആ അസോസിയേഷൻ എനിക്കെതിരെ പ്രമേയം പാസ്സാക്കി സോഷ്യൽ മീഡിയയിലിട്ട് എന്നെ അലക്കി അവജ്ഞയോടെ തള്ളുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളെ ഉസ്താദുമാര് മോശക്കാരാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അവജ്ഞയോടെ തള്ളുന്നു. ഇപ്പം എന്തായി? ഇന്നലത്തെ ഹിന്ദു പത്രം എടുത്തൊക്കെ എന്തായി? അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അലക്കാൻ നടക്കരുത്. ഞാൻ ഈ നടത്തിയ പ്രഭാഷണങ്ങൾ സത്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും അത് സത്യങ്ങളാണ്. സത്യം തന്നെയാണ്, സത്യമല്ലാത്ത പറയില്ല. അത് അത്രയും വലിയ പഠനം നടത്തി പറഞ്ഞ കാര്യങ്ങളുമാണ്. ഒരു പക്ഷേ 2024 മലയാളക്കരയിൽ ഇറങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ഇതായിരിക്കും. മലയാളത്തിലിറങ്ങിയ ഏറ്റവും വലിയ പഠന ഗ്രന്ഥം ഇതായിരിക്കും. 2024 മലയാളക്കരയിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠന ഗ്രന്ഥം ഈ
ആ പഠന ഗ്രന്ഥങ്ങളിൽ ഒന്ന്, ഏറ്റവും മികച്ച പഠന ഗ്രന്ഥങ്ങളിൽ ഒന്ന് ഈ പുസ്തകമായിരിക്കും. കാരണം അത്രയും വലിയ കഠിനാധ്വാനം അതിന് പിന്നിലുണ്ടായിട്ടുണ്ട്. ബാക്കി അടുത്ത പ്രഭാഷണത്തിൽ പറയും. ഈ പ്രഭാഷണത്തിൻ്റെ നൈരന്തര്യങ്ങൾ ഇനിയും തുടരും. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم.